نور على نور. الشرط الثاني اليقين، وهو كمال العلم بها المنافي للشك والريب. ودليل اليقين قوله تعالى: إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. فاشترط في صدق إيمانهم بالله ورسوله كونهم لم يرتابوا أي لم يشكوا، فأما المرتاب فهو من المنافقين. രണ്ടാമത്തെ നിബന്ധന ഈ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഉണ്ടല്ല, അതിൽ യഖീൻ ഉണ്ടാകലാണ്. അശർത്തുസ്ഥാനി അൽ യഖീൻ. എന്താണ് യഖീൻ? കമാലുൽ ഇൽമി ബിഹ, ഈ കലിമത്തു ഷഹാദയെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ അറിവ്. അത് ഹൃദയത്തിൽ ഉറക്കേണ്ട കാര്യമാണ്. പൂർണ്ണമായും യഖീൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യത്തിൽ പൂർണ്ണമായ അറിവുണ്ടാകണം. അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ, അള്ളാഹ് മാത്രമാണ് റബ്ബ്, അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളിൽ അള്ളാഹു ഏകനാണ്, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും ഞാൻ പറയേണ്ടത് അള്ളാഹിനോടാണ്, എൻ്റെ എല്ലാ ഇബാദത്ത് അർഹതപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ള യഖീനാണ്. എൻ്റെത് ശരിയാണ്, അവൻ്റെതും ശരിയാണ്, എല്ലാവരും പറയുന്നു അവനവൻ്റെ ശരിയാണെന്ന്. ഞാനിത് വിശ്വസിച്ചു, എൻ്റെ ഉപ്പിയുമ്മയൊക്കെ മുസ്ലിം ആയതുകൊണ്ട് ഞാനും ഇതിൽ പോകുന്നു, എല്ലാത്തതും ശരിയാകാം എന്നൊക്കെ സംശയിക്കുന്ന ആള് അവരുടെ ലായിലത് സഹിയാവൂല. ഞാൻ മുസ്ലിം തന്നെയാണ്, പക്ഷെ അവൻ്റെത് തെറ്റാണ് എന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ സംശയിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇതും ശരിയാണ് അതും ശരിയാണ് എന്നൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്ന ആൾക്കാർ. അപ്പൊ അതിൽ നിന്നില്ല അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താന്ന് തിരിഞ്ഞിട്ടില്ല, അതിൽ യഖീൻ ഉണ്ടായിട്ടില്ല, ദൃഢത ഉണ്ടായിട്ടില്ല. അത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. യഖീൻ വേണം. മുഅ്മിനീങ്ങൾ അല്ലാഹു പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. തീർച്ചയായും മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഇത്തരക്കാര് മാത്രമാണ്. എത്തരക്കാര്? അല്ലദീന ആമനൂ ബില്ലാഹ്, അള്ളാഹുവിനെ അംഗീകരിച്ചവർ, വറസൂലിഹി, റസൂലുള്ളാഹിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അംഗീകരിച്ചവർ മാത്രമാണ്. സുമ്മ ലം യർതാബു, പിന്നെ അവർ സംശയിച്ചിട്ടില്ല, സംശയമില്ല. എന്നിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴേക്കിന് കൂടെ എന്തുണ്ട്? മുഹമ്മദുൻ റസൂലുള്ളയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കൂടെ മുഹമ്മദുൻ റസൂലുള്ളയും ചേർത്തിട്ട് തന്നെ മനസ്സിലാക്കണം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം അംഗീകരിച്ച് മുഹമ്മദുൻ റസൂൽ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ സഹി ആകൂല. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ആ ഭാഗം മാത്രം പറയുന്നത്. മുഹമ്മദ് റസൂലുള്ള വേറെ ചർച്ച ചെയ്യാനുണ്ട്. ഷഹാദത്ത് കലിമ രണ്ടെണ്ണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. രണ്ടും അംഗീകരിച്ചാലേ മുസ്ലിം ആവുള്ളൂ. ഒരാൾ അല്ലാഹ് ഇലാഹാണ് ഞാൻ അംഗീകരിച്ചു, മുഹമ്മദ് അള്ളാഹിന്റെ റസൂലാണ് ഞാൻ അംഗീകരിക്കൂല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ കാഫിറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ പൂർത്തിയാകണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളയും അംഗീകരിക്കണം. നമുക്ക് പറയാം സമയമുണ്ടെങ്കിൽ. ഫസ്തറത, അല്ലാഹു ഷർത്താക്കി, ഫീ സിദ്ഖി ഈമാനിഹിം ബില്ലാഹി വറസൂലിഹി കൗനഹും ലം യർതാബു, അവർ സംശയിക്കാൻ പാടില്ല എന്നവർ ഷർത്താക്കി. അല്ലാഹു ഷർത്ത് വെച്ചു. യർതാബു എന്ന് പറഞ്ഞാൽ ലം യശുക്കു, അവർ സംശയിച്ചിട്ടില്ല. ഫഅമ്മൽ മുർതാബ്, സംശയിക്കുന്ന ആരാണ്? ഫഹുവ മിനൽ മുനാഫിഖ്, മുനാഫിഖാണ്. അല്ലെ, മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലൈ വലാ ഇലാഹ ഉലൈ. മുനാഫിഖ് അങ്ങനെയാണ്. മുശ്രിക്കുകളെ കൂടി കൂടും, മുസ്ലിങ്ങളെ കൂടിയും കൂടും. ഉള്ളിൽ കുഫർ മറച്ചു വെച്ച് പുറത്ത് മുസ്ലിമായി അഭിനയിക്കുന്ന ആളാണ് മുനാഫിഖ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ, ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിഖ്. മുനാഫിഖ് മക്കത്തെ മുശ്രിക്കുകളെ കൂടി പറയും നമ്മൾ നിങ്ങളെ കൂടിയാണ്, നമ്മൾ ഓരെ പറ്റിച്ചതാണെന്ന് പറയും. സുഹൃത്ത് ബഖറയിൽ അല്ലാഹു മുനാഫിഖുകളുടെ സ്വഭാവം വിശദീകരിച്ച് പറയുന്നുണ്ട്. വൈദാ ഖലൗ ഇലാ ശയാതീനിഹിം ഖാലു ഇന്നാ മഅകും ഫഇന്നമാ നഹ്നു മുസ്തഹസിഊൻ, നമ്മൾ അവരെ കളിയാക്കിയതാണ്, നിങ്ങളെ കൂടെ നമ്മളെന്ന് പറയും. കാഫിറിന്റെ കൂടെയാണ് ഇഷ്ടം, മനസ്സിൽ മൊത്തം മുസ്ലിങ്ങളെ കൂടെയാണ് ജീവിക്കുക. മനസ്സിൽ ഇഷ്ടം മൊത്തം ആരോടാ? കാഫിറിനോട്. മുനാഫിക്കിന്റെ സ്വഭാവമാണത്. അവർക്ക് ഇപ്പോഴും ഏത് ശരിയെ തെറ്റൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല. അവർ അള്ളാഹിനെ പറ്റിക്കാൻ നോക്കുകയാണ്, മുഅ്മിനീങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ്. യുഹാദിഊന അല്ലാഹ വല്ലദീന ആമനു, അല്ലെ, അള്ളാഹുവിനെയും മുഅ്മിനീങ്ങളെയും പറ്റിക്കാൻ നോക്കുന്നു അവർ. അങ്ങനെ ആയത്ത് നവാഫെ, യുഹാദിഊന അല്ലാഹ വറസൂലഹു വല്ലദീന ആമനുണ്ടാ? യുഹാദിഊന അല്ലാഹ, അവർ അള്ളാഹുവിനെ പറ്റിക്കുന്നു. അതായത് യുഹാദിഊന അല്ലാഹ, അള്ളാഹുവിനെ വഞ്ചിക്കാൻ അവർ പറ്റിക്കാൻ നോക്കാണ്, മുഅ്മിനീങ്ങളെയും പറ്റിക്കാൻ നോക്കാണ്. മറിച്ച്
അവർ അവരെ തന്നെയാണ് പറ്റിക്കുന്നത്. എന്തായത് യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ല, അവർ അവരെ തന്നെയാണ് പറ്റിക്കുന്നത്. അങ്ങനെ ചതിക്കുന്ന ആളുണ്ടല്ല, ചതിക്കുന്ന ആളുടെ സ്വഭാവം എന്താണ്? ഒന്നുകിൽ അവൻ എന്തിനാണോ ചതിച്ചത് ആ കാര്യം നേടും, ഇല്ല എങ്കിൽ അവൻ നേടൂല, ഓനക്കൊന്നും ബാധിക്കൂല. ഒന്നുകിൽ അവനക്ക് ചതിച്ചിട്ട് കിട്ടി നേടേണ്ട കാര്യം നേടാൻ പറ്റും, അല്ലെങ്കിലോ ഓനക്കൊന്നുമില്ല, മറ്റാക്കൊന്നുമില്ല, ചതിക്കപ്പെട്ടിട്ടുമില്ല, ഇവനക്ക് ചതിച്ചത് കിട്ടിയിട്ടുമില്ല, ചതിച്ച കാര്യം ഓൻ അറിഞ്ഞിട്ടുമില്ല, രക്ഷപ്പെട്ടു. ഒന്നുകിൽ ചതിച്ച കാര്യം കിട്ടുക, അല്ലെങ്കിൽ ഒന്നും കിട്ടാതെ രക്ഷപ്പെടുക. ഇതാണ് ചതിയന്മാർ പൊതുവെ ഉണ്ടാകുക. അതിനോടാണ് അവൻ ചതിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ മുനാഫിക്കോ ചതിച്ചിട്ട് കുടുങ്ങി. അള്ളാനെയും മോമിനികളെയും ചതിക്കാൻ നോക്കിയതാണ്, പക്ഷെ അവർ ദുനിയാവിലും ആഖിറത്തിലും കുടുങ്ങി. അവരുടെ ആ കുഫർ അള്ളാഹു പിടിച്ചു. അവർ ആ കുഫറിലായി ദുനിയാവിലും പരാജിതരാണ്, നിന്ദ്യന്മാരാണ്. നാളെ പരലോകത്തും ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാറുമാണ് എന്ന് പറഞ്ഞ ചതിയന്മാരാണ്. മുനാഫിക്കിന്റെ സ്വഭാവമാണ് ഇസ്ലാം ഹൃദയത്തിൽ ഉറക്കാത്തവർ. അത് യഖീൻ വേണമെന്നാണ്. അപ്പൊ ഈ ലാ ഇലാഹിൽ നല്ല യഖീൻ വേണം. ഇത് തന്നെയാണ് ശരി, ഇത് മാത്രമാണ് ശരി. അള്ളാഹുവിന്റെ ദീനിൽ നല്ല യഖീൻ വേണം. അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നല്ല യഖീൻ വേണം. സഹിയായ ഒരു ഹദീസിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് നല്ല യഖീൻ വേണം. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞതാണ്, റസൂൽ അങ്ങനെ പറഞ്ഞോ എങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ബുദ്ധിക്ക് യോജിക്കാത്തത് തള്ളുക, സയൻസ് പറയാത്തത് തള്ളുക, ശാസ്ത്രത്തോട് യോജിക്കാത്ത തള്ളുക പോലുള്ള പ്രയോഗങ്ങളൊക്കെ യഖീനില്ലായ്മയാണ്. റസൂൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളതാണ്, നല്ല യഖീൻ വേണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല യഖീൻ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ തേട്ടങ്ങളെല്ലാം, ലാ ഇലാഹ തേട്ടങ്ങൾ എന്താണ്? ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യങ്ങളെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹുടെ തേട്ടങ്ങളാണ്. അമലുകളെല്ലാം ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട സകല അമലുകളും വിശ്വാസ കാര്യങ്ങളും എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹുടെ തേട്ടമാണ്. അതുകൊണ്ട് അതിലെന്ത് വേണം? നല്ല യഖീൻ വേണം. അതൊക്കെ ഉള്ളതാണ്, ശരിയാണ്, അതനുസരിച്ച് ജീവിച്ചാൽ ഞാൻ നാളെ പരലോകത്ത് വിജയിക്കും എന്ന യഖീൻ വേണം. ومن السنة الحديث الثابت في الصحيح عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أشهد أن لا إله إلا الله وأني رسول الله لا يلقى الله بهما عبد غير شاك فيهما إلا دخل الجنة وفي رواية لا يلقى الله بهما عبد غير شاك فيهما فيحجب عن الجنة. وعن أبي هريرة യഖീൻ വേണമെന്നതിന്റെ ഹദീസിൽ നിന്നുള്ള തെളിവ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണെന്നും ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നും. ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ, ഈ രണ്ട് കലിമത്തും കൊണ്ട് ഒരു അടിമയും അള്ളാഹുവിനെ കണ്ടുമുട്ടുകയില്ല. ഗൈറ ഷാക്കിൻ ഫീഹിമാ, ആ രണ്ട് കലിമത്തിലും സംശയിക്കാത്ത അവസ്ഥയിൽ. ഗൈറ ഷാക്കിൻ എന്ന് വായിക്കലാണ് ശരി, ഹാലായിട്ട്. ഗൈറു ഷാക്കിൻ വായിക്കാം സിഫത്തായിട്ട്, പക്ഷെ അവിടെ സിഫത്തിനേക്കാൾ മാന വാലിഹാകുന്നത് ഹാലായി വായിക്കുമ്പോഴാണ്. ഗൈറ ഷാക്കിൻ ഫീഹിമാ, ആ രണ്ട് കലിമത്തിലും സംശയിക്കാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയില്ല. ഇല്ല ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ. ഇപ്പൊ സംശയമില്ലാതെ യഖീനോടുകൂടി അള്ളാഹിനെ കണ്ടുമുട്ടണം. മറ്റൊരു റിപ്പോർട്ടുള്ളത് ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറ ഷാക്കിൻ ഫീഹിമാ ഫയുഹ്ജബ അനിൽ ജന്ന, ഈ രണ്ട് കലിമത്തുകളിൽ സംശയിക്കാതെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഈ രണ്ട് കലിമത്തിലും സംശയിക്കാൻ പാടില്ല. ഈ രണ്ട് കലിമത്തിലും സംശയിക്കാതെ ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ ഫയുഹ്ജബ അനിൽ ജന്ന, അവൻ സ്വർഗത്തിൽ നിന്നും തടയിടപ്പെടുകയില്ല. ഫയുഹ്ജബ എന്ന് വായിക്കണം, ഫാഉ സബബിയാണ്. ഒരാൾ ഈ രണ്ട് കലിമത്തിൽ സംശയിക്കാതെ അള്ളാഹിനെ കണ്ടുമുട്ടുകയും അങ്ങനെ അവൻ സ്വർഗത്തിൽ തടയപ്പെടുകയും ചെയ്യുക എന്നത് ഉണ്ടാവുകയില്ല. സംശയിക്കാതെ അള്ളാഹിനെ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, തടയപ്പെടുകയില്ല എന്ന്. അപ്പം അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണ് എന്ന സാക്ഷ്യവാക്യത്തിലൂടെ ഒന്ന് അതിലെ അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ, ഉലൂഹിയത്തിനെ, അസ്മാഉ സിഫാത്തിനെ ഇതിനെ നമ്മൾ സ്ഥിരീകരിക്കുന്നു. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അബ്ദാണ്, റസൂലാണ് എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നു. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹിയും സഹിയായാൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലയും
സഹി ആകുകയുള്ളൂ. ഈ രണ്ട് കലിമത്തുകളും ഒരേപോലെ കാണണം. ഇൻഷാ അല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് നമുക്ക് സെപ്പറേറ്റ് വേറെ ചർച്ച ചെയ്യാം. وعن أبي هريرة رضي الله عنه أيضا من حديث طويل من لقيت من وراء هذا الحائط يشهد أن لا إله إلا الله مستيقنا بها قلبه فبشره بالجنة. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസും ലാ ഇലാഹ ഇല്ലല്ലാഹ് യഖീൻ വേണം, യഖീൻ ഷർത്താണ് എന്നതിന് തെളിവാണ്. ഒരു നീണ്ട ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയാണ്, ഒരിക്കൽ നമ്മൾ സഹാബാക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു ഉണ്ട്, എല്ലാവരും ഉണ്ട്. പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്ക് പോയി, ഇരുന്നിടത്തു നിന്ന് കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയി. പിന്നെ റസൂലുള്ളാഹിനെ കാണുന്നില്ല. അങ്ങനെ നമുക്കൊക്കെ ബേജാറായി. റസൂലുള്ളാഹിനെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയോ, എന്തെങ്കിലും സംഭവിച്ചോ, ആരെങ്കിലും ആക്രമിച്ചോ എന്നൊരു ബേജാറ് നമുക്ക് വന്നു. നമ്മളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയി. ഞാനാണ് ആദ്യം ബേജാറായിട്ട് ഇറങ്ങിപ്പോയ ആള്. അബൂ ഹുറൈറ തന്നെ പറയാണ്, അങ്ങനെ ബനു നജ്ജാർ എന്ന് പറയുന്ന അൻസാറുകളുടെ ഒരു ഗോത്രം, അവരുടെ ഒരു തോടുണ്ട്, ആ തോട് ചുറ്റും മതിലുണ്ട്. അവിടെ പോയി. അപ്പൊ അവിടെ ഉള്ളിലേക്ക് കിടക്കാൻ വാതിലുണ്ടോ എന്ന് ഞാൻ നോക്കി, വാതിലൊന്നും കാണുന്നില്ല. അപ്പൊ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ദ്വാരമുണ്ട്. ആ ദ്വാരത്തിനുള്ളിലൂടെ കുറുക്കൻ എഴഞ്ഞു കയറുന്നത് പോലെ ഞാൻ എഴഞ്ഞു കയറി. അപ്പൊ റസൂലുള്ളാഹിന്റെ തോട്ടത്തിലുണ്ട്. അപ്പൊ റസൂൽ ചോദിച്ചു, അബൂ ഹുറൈറയാണോ? ഞാൻ പറഞ്ഞു, അതെ പ്രവാചകരെ, ഞാനാണ്, അബൂ ഹുറൈറയാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ പറഞ്ഞു, അബൂ ഹുറൈറ കാര്യം പറഞ്ഞു, നിങ്ങളെ പെട്ടെന്ന് കാണാതായി. അപ്പൊ നമ്മൾ പേടിച്ചു, നമ്മളെല്ലാവരും നിങ്ങളെ അന്വേഷിച്ച് നടന്നു. ആദ്യം പേടിച്ച ആൾ ഞാനാണ്, അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ചെരുപ്പ് അബൂ ഹുറൈറ റളിയല്ലാഹു കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറഞ്ഞു, ഈ മതിലിന്റെ അപ്പുറത്ത് നീ ആരെങ്കിലും ഇടതാണ് മൻ ലഖീത മിൻ വറാഇ ഹാദൽ ഹായിദ്, ഈ മതിലിന്റെ അപ്പുറത്ത് നീ ആരെങ്കിലും കണ്ടാൽ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് പറയുന്നതായിട്ട്, എങ്ങനെ മുസ്തൈഖിനൻ ബിഹാ ഖൽബുഹു, അവന്റെ ഹൃദയം യഖീനോട് കൂടി കണ്ടാൽ ഫബശ്ശിർഹു ബിൽ ജന്ന, അവന് സ്വർഗം കൊണ്ട് നീ സന്തോഷ വാർത്ത അറിയിക്കണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ അറിയണം? യഖീനോട് കൂടി അറിയണം. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഞാൻ അതിലെടുത്ത് തിരിച്ചു ചാടി ഇങ്ങോട്ടേക്ക് വന്നു. ഫസ്റ്റ് കണ്ടത് ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹിനെ അപ്പുറത്ത്. ഉമർ റളിയല്ലാഹു എന്താ ഈ ചെരുപ്പ് കയ്യിൽ? രണ്ട് ചെരുപ്പാണെന്ന്. അപ്പോൾ ഇത് റസൂലുള്ളാഹിന്റെ ചെരുപ്പാണ്, തെളിവാണ്. ഈ ചെരുപ്പ് റസൂൽ എനിക്ക് തന്നതാണ്. എനിക്ക് റസൂൽ എന്നോട് പറഞ്ഞു, ഈ മതിലിന്റെ ഇപ്പുറത്ത് ആരെങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു റസൂലുള്ളാഹ് സാക്ഷ്യം വഹിക്കുന്നത് കണ്ടാൽ ഫബശ്ശിർഹു ബിൽ ജന്ന എന്ന് പറയണം, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം എന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് ഒറ്റ കുത്തം കുത്തും. അബൂ ഹുറൈറയുടെ അബൂ ഹുറൈറ മലർന്നടിച്ച് താഴെ പോകും, ചന്തി കുത്തി താഴെ വീഴും. അബൂ ഹുറൈറ കരഞ്ഞുകൊണ്ട് റസൂലേക്ക് പോകും, പ്രവാചകരെ കരഞ്ഞുകൊണ്ട് പോകും. റസൂൽ എന്തിനാ കരയുന്ന നിൽക്കും? ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ പുറത്തു പോയി പറഞ്ഞു, ഫസ്റ്റ് കണ്ടത് ഉമറിനെയാണ്. ഉമറിനോട് ഇത് പറഞ്ഞപ്പോൾ ഉമർ നെഞ്ചത്തടിച്ചു, താഴെ ഇട്ടു, അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു പിന്നാലെ ഉമർ റളിയല്ലാഹു കൂടെ ഉണ്ടായിരുന്നു. പിന്നാലെ പറ്റി റസൂൽ, പ്രവാചകരെ അങ്ങാണോ അബൂ ഹുറൈറയോട് ഇത് പറഞ്ഞത്? അതെ, ഞാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. എന്തിനാ പ്രവാചകരെ അത് പറയുന്നത്? നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അമൽ ചെയ്യൂല, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് നിൽക്കും. അവർ വിട്ടേക്ക്, അവർ അമൽ ചെയ്യട്ടെ എന്നാണ് റസൂൽ. എന്നാ വിട്ടേക്ക്, അവർ അമൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. വലിയ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഫളീലത്ത് പറയാൻ വേണ്ടിയിട്ട് ഈ ഹദീസ് കൊണ്ടുവരാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്തു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ദഅവത്ത് ചെയ്തു. ആ സംഭവം ഉമർ റളിയല്ലാഹു അൻഹു അപ്പുറത്തെ ആൾക്കാരുടെ അവസ്ഥ വെച്ച് പറയാണ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് തെറ്റിദ്ധരിക്കും. വെറും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, അമലൊന്നും ചെയ്യേണ്ടെന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അവർ അമൽ ചെയ്യട്ടെ, പ്രവാചകർ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, ഖല്ലീഹിം, വിട്ടേക്കുന്ന അവർ അമൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു.